ഫോൾ സീലിങ്ങിൽ വന്നൊരു മാറ്റം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ സീലിംഗ് എന്ന് പറയുന്നത് പഴയ കാലഘട്ടം തൊട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവം തന്നെയാണ്. അത് നമ്മുടെ മച്ച്. ഇന്ന് അതിൻ്റെ ട്രെൻഡ് മാറി മാറി വന്നപ്പോൾ അതിൽ ഏറ്റവും അടിസ്ഥാനമായി പറയേണ്ട ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ LED ലൈറ്റിംഗ് ആണ് ഇന്ന് എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നത്. ഒരു ഭിത്തിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലൈറ്റ് കത്തിച്ച് വെക്കുന്നതിന് പകരം സീലിംഗിൽ നിന്നാണ് എല്ലാ ലൈറ്റിൻ്റെയും ഇത് താഴത്തേക്ക് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മുറിയുടെ ഉള്ളിൽ ക്രമീകരിച്ച് നിർത്താനുള്ള വെളിച്ചത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് മുകളിൽ നിന്ന് ലൈറ്റ് വീഴേണ്ടതായിട്ട് വരുന്നത്. അത് നമുക്ക് നോർമൽ ചിന്തിച്ചാൽ അറിയാം. ഒരു വെളിച്ചം സൈഡിൽ നിന്നാണ് വാളിൽ നിന്നാണ് വരികയാണെങ്കിൽ നമ്മൾ ആ റൂമിലേക്കുള്ള വെളിച്ചത്തിൻ്റെ ക്രമീകരണം ആ അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ വെളിച്ചം വരികയും ദൂരയിലേക്ക് പോകുമ്പോൾ ഇരുട്ട് വ്യാപിക്കുകയും ചെയ്യും. അതേസമയം മുകളിൽ നിന്നാണ് വെളിച്ചം വരുന്നുണ്ടെങ്കിൽ ആ മുറിയിൽ മൊത്തം വെളിച്ചം ക്രമീകരിച്ച് നിർത്താൻ സാധിക്കും. പിന്നെ ഇത് ഞങ്ങളെപ്പോഴും ആർട്ടിസ്റ്റിക് മൈൻഡിൽ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും മുകളിൽ നിന്ന് തന്നെ വെളിച്ചമാണ്. ഒരു കട്ട് കളേഴ്സ് എപ്പോഴും കട്ട് ചെയ്ത് നിൽക്കുന്നത്. കാര്യം കണ്ണിനുള്ള ഈ ഷെയ്ഡും നമ്മുടെ താടിയലിൻ്റെ ഷെയ്ഡും എല്ലാം കട്ട് ചെയ്ത് നിൽക്കണം. ബ്യൂട്ടിയാണല്ലോ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. അപ്പോൾ മുറിയുടെ ഉള്ളിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും മീൻസ് ഇപ്പോൾ ബെഡായാലും ഡ്രസ്സിങ് ടേബിളാണെങ്കിലും വാർഡ്രോബ് ആണെങ്കിലും അതിനുള്ളിലിട്ടിരിക്കുന്ന കാർപ്പറ്റാണെങ്കിലും ഫ്ലോറിൻ്റെ നിറമാണെങ്കിലും എല്ലാം ഇത് ചെയ്യുന്നത് സീലിങ്ങിൽ നിന്നാണ്. അപ്പോൾ സീലിങ്ങിൽ ഇത് ചെയ്താൽ മാത്രമേ ഇപ്പോൾ എന്നോട് ചില ക്ലയൻറ്റ്സ് ചോദിക്കാറുണ്ട്, ജൂഡ്സൺ ഞങ്ങൾക്ക് ഫോൾ സീലിങ്ങിനോട് താല്പര്യമില്ല, അതുകൊണ്ട് അത് വേണ്ട. പക്ഷേ അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത് വെച്ചാൽ നമ്മളിത് ഫുള്ളായിട്ട് ഫോൾ സീലിംഗ് വേണമെന്നില്ല. 4 സൈഡിൽ മാത്രം കൃത്യമായിട്ടൊരു 60-70 സെൻറ്റിമീറ്റർ മാത്രം സീലിംഗ് കൊടുത്തിട്ട് ഈ ലൈറ്റിംഗ് എങ്ങനെ ക്രമീകരിക്കുക എന്നുള്ള രീതിയിൽ 4 സൈഡിലും കോർണർ ചെയ്തുകൊണ്ട് ലൈറ്റ് ചെയ്യാൻ തന്നെയാണ് നമ്മളത് സീലിംഗ് ചെയ്യാൻ നിർബന്ധിതമാകുന്നത്. പിന്നെ സീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് ചിന്തിച്ച പോലെ ഒരുപാട് പണിത്തരങ്ങളും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ എപ്പോഴും പറയും 6 പ്രതലങ്ങളിലൂടെയാണ് ഒരു മുറിയുടെ ഇൻറ്റീരിയർ എന്ന് കടന്നു പോകുന്നത്. മീൻസ് ഫ്ലോറ്, 4 ചുവരുകൾ, ഒരു സീലിംഗ്. ഇത് ഒരു സംഭവം മാറ്റി വെച്ചുകൊണ്ട് ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ഉണ്ടായില്ല. ദാറ്റ് മീൻസ് ഫ്ലോറിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓരോ ചുവരുകൾക്കും വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ വന്ന് നിൽക്കുന്ന ഈ താഴെ കാണുന്ന 5 പ്രതലങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മുകളിലുള്ള സീലിങ്ങിൻ്റെ ഡിസൈൻ നിൽക്കേണ്ടത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫോൾ സീലിംഗ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫോൾ സീലിങ്ങിൻ്റെ ട്രെൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോൾ സീലിങ്ങിൽ പണ്ട് കാലങ്ങളിലൊന്നും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടിരിക്കുന്ന സീലിങ്ങിൽ കളർ ട്രെൻഡ് വന്നിരിക്കുന്നു. സീലിങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കുമല്ല, കുറച്ച് ഭാഗത്ത് ഒരു ട്രെൻഡി കളർ കൊടുത്തുകൊണ്ട് അതിനൊരു മുറിയുടെ മൂഡിനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീലിങ്ങിലേക്ക് മിക്സ് ഇപ്പോൾ ഫോൾ സീലിങ്ങിൽ പ്ലാസ്റ്റർ പാരീസ് ഉപയോഗിക്കുന്നുണ്ട്, അതിനോട് ഗ്രീൻ ബോർഡുണ്ട്, അപ്പോൾ സിൽക്കറ്റ് ബോർഡുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മളിത് ചെയ്യുമ്പോൾ അത് കൃത്യമായ രീതിയിലേക്ക് ആ ഡിസൈൻ്റെ എലമെൻസിന് വേണ്ടി വുഡും മിക്സ് ചെയ്തുകൊണ്ട് സീലിങ്ങിൽ ഇപ്പോൾ ഒരു ട്രെൻഡിൽ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ സീലിങ്ങിനെ പറ്റി പറയണമെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ പുറത്ത് കാർ പോർച്ചിലൊക്കെ കാൽസ്യം സിൽക്കറ്റ് ബോർഡ് ഉപയോഗിക്കുന്നത് നല്ലത്. അതിൽ ബഡ്ജറ്റ് കൂടുതലായിരിക്കും, ഹാർഡായിരിക്കും, വെള്ളം വീണാലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ സീലിങ്ങിൽ എപ്പോഴും കാൽസ്യം സിൽക്കറ്റ് ബോർഡ് തന്നെയായിരിക്കും നല്ലത്. അതേപോലെ ബാത്റൂമിൽ വന്ന സീലിങ്ങിൻ്റെ ഡിസൈൻ ഇപ്പോൾ ഒരുപാട് വ്യത്യസ്തതയാണ്. പഴയയിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് നേരത്തെ സീലിംഗ് ഡിസൈനൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ സീലിങ്ങിന് നമ്മൾ ബാത്റൂമിൽ സീലിങ്ങിന് വേണ്ടി കാൽസ്യം സിൽക്കറ്റ് ബോർഡ് ഉപയോഗിച്ചിട്ട് അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞത് സീലിങ്ങിന് നിർബന്ധിതമാണ്. ഫോൾ സീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടത് ഒരുപാട് കൊത്തുപണികളോ ഡിസൈൻ വർക്കോ ഒന്നും അല്ല അതിന് വേണ്ടത്. എന്താണോ വീടിന് ഉപയോഗിക്കുന്ന താഴെ ഭാഗത്ത് 5 പ്രതലങ്ങളിൽ ഉപയോഗിക്കുന്ന ഡിസൈൻ അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം, അല്ല അതിനോട് ചേർന്ന രീതിയിലായിരിക്കണം സീലിങ്ങിൻ്റെ ഡിസൈൻ ഇണങ്ങി വരേണ്ടത്. എന്നാൽ മാത്രമേ അതിൻ്റെ മനോഹാരിത നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.